അസ്സലാമു അലൈക്കും. ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖമനേയിയെ രണ്ടാം ദിവസം തന്നെ വധിച്ചിട്ടുണ്ട്. യുദ്ധം തുടരുകയാണ്. ഖമേനി വധിക്കപ്പെട്ട ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ മുജാഹിദ് വിഭാഗത്തിലെ ഒരു സംഘടന ഖമനേയിയുടെ ഷിയയാണെന്ന് പറയുകയും ഒട്ടേറെ കുറ്റങ്ങൾ ഖമനേയിയുടെ പേരിൽ ചാർത്തുകയും അതുകാരണം ഖമനേയി വധിക്കപ്പെടേണ്ട ആളായിരുന്നു, അയാൾ ഷിയയാണ് എന്ന് വിലയിരുത്തുകയും സോഷ്യൽ മീഡിയയിൽ അവർ നിരന്തരമായി വീഡിയോ വിട്ടുകൊണ്ട് ഇരിക്കുകയുമായിരുന്നു. എന്നാൽ സമൂഹത്തിൽ നിന്ന് അവർക്ക് ഈ വിഷയത്തിൽ വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. ഇങ്ങനെ വിമർശനം ശക്തമായപ്പോൾ അവർ ഇന്നലെയും ഇന്നുമായി ചില ചുവടുമാറ്റങ്ങൾ നടത്തുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അല്പം പ്രായമായ ഒരു നേതാവ് അല്പം മയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് അവരുടെ വിഭാഗത്തിൻ്റെ ശക്തനായ നേതാവ് എന്ന് അവകാശപ്പെടുന്ന ആൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കക്കും ഇസ്രായേലിനും കുറേ പോരായ്മകളുണ്ട്. അമേരിക്ക നേരത്തെ ഇറാഖിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ കുട്ടികളെയും സാധാരണക്കാരെയും ഒക്കെ വധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില മോശം ബയോഡാറ്റയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്നാണ്. എന്നാൽ ട്രംപ് ഖമനേയിയെ വധിച്ചപ്പോൾ ഖമനേയി അത് ചെയ്യേണ്ടത് തന്നെയായിരുന്നു എന്നായിരുന്നു ഇവരുടെ നിലപാട്. അതവർ മനസ്സിൽ വെച്ചില്ല. നിരന്തരമായി അവർ വീഡിയോ ചെയ്യുകയായിരുന്നു. ഖമനേയിയുടെ താടിയെ പോലും ഈ പ്രാസംഗികന്മാർ വിമർശിക്കുന്നത് കണ്ടു. ഈ പറയുന്നവനും ഒരു ഊസാൻ താടി ഉണ്ടായിരുന്നു. താടി ഉള്ളവൻ തന്നെ താടിയെ കുറ്റം പറയുന്ന ഒരവസ്ഥ. എത്രമാത്രം ഹീനമാണ്. 86 വയസ്സായ ധീരനായ ഒരാൾ ഷഹീദായപ്പോൾ അയാൾ ഷഹീദെന്ന് പറയാൻ പാടില്ല, അയാൾ ഷഹീദല്ല എന്ന് വ്യാഖ്യാനിക്കുവാൻ ഈ സമയം തന്നെ തിരഞ്ഞെടുത്ത ഈ സംഘടനയുടെ വിപ്ലവത്തെ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കുകയില്ല. പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു പ്രശസ്തി വേണം എന്നവരാഗ്രഹിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ഈ ഖമനേയിയുടെ വധത്തെ സംബന്ധിച്ച് ഇവർ നടത്തുന്ന വീഡിയോ കാരണം ഇവരിപ്പോഴുള്ളത് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ ഏറ്റവും തീവ്രവാദമുള്ളവർ എന്ന ലേബലിൽ ആയിപ്പോയി എന്ന് മാത്രം. ഈ വിഷയത്തിൽ സംഘപരിവാറുകാരാണ് കേരളത്തിൽ വല്ലാതെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത്. അവരോടൊപ്പം ചേർന്നാണ് ഞങ്ങളുടെ ഈ ആഹ്ലാദ പ്രകടനം ചെല്ലുന്നത് എന്ന് പോലും ഒരു വേള ഇവർ ആലോചിക്കുകയുണ്ടായില്ല. അതിനുള്ള വിവേകം അവർ കാണിച്ചില്ല. ഇപ്പോഴവർ അല്പം മാറ്റം വരുത്തുവാനും മയപ്പെടുത്തുവാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും നേരത്തെ അവർ പറഞ്ഞത് തന്നെ ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുക എന്ന് ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിധിക്കുവാൻ നമ്മെ ആരും ഏർപ്പാടാക്കിയിട്ടില്ല. അത് അള്ളാഹുവിങ്കലുള്ള കാര്യമാണ് എന്നെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സംഘടന പുതിയതാണ്, നിങ്ങൾ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ നല്ല സാമ്പത്തികമുണ്ട് എന്നതൊക്കെ ശരിയാണെങ്കിലും ഒരാൾ മരിച്ചു കഴിയുമ്പോൾ മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് അയാളെ നിന്ദിക്കുക എന്ന് പറയുന്നത് ഒരു സംസ്കാര സമ്പന്നരായ ആളുകൾക്ക് ചേരുന്നതല്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ.